നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് റൈറ്റ്സ്, അവകാശങ്ങൾ എന്താണ്, അതിന്റെ നേച്ചർ, ഡെഫിനേഷൻ, അതുപോലെ ഡ്യൂട്ടി, കടമകൾ, ഇവ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് മീനിങ് ഓഫ് റൈറ്റ്സ്, റൈറ്റ്, അവകാശത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അവകാശങ്ങൾ എന്നത് ഒരു വ്യക്തിക്ക് സമൂഹം അനുവദിച്ചു തരുന്ന, അത് നിയമപരമായിട്ടും സാമൂഹികപരമായിട്ടും ദാർശനികപരമായിട്ടും ഒക്കെ അനുവദിച്ചു നൽകുന്ന ചില അവകാശവാദങ്ങളെയാണ്, ചില ക്ലെയിംസിനെയാണ് നമ്മൾ ഈ പറയുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ സുരക്ഷയുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് റൈറ്റ്സ് നിലകൊള്ളുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തില് ഓരോ വ്യക്തിക്കും അവകാശങ്ങൾ തുല്യമായിട്ടുള്ള അവകാശങ്ങൾ അനുവദിച്ച് നൽകുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ ഒരു ആത്മാഭിമാനത്തെ ഉയർത്തുന്നതാണ്. ഒരു വ്യക്തിക്ക്, ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുവദിച്ച് നൽകുന്നതിലൂടെ അത് ഭാരതത്തിലെ പൗരന്മാർക്ക് മാത്രം അനുവദിച്ച് നൽകുന്നതാണല്ലോ. അപ്പോൾ ആ നിലക്ക് നമുക്ക് ഒരു ആത്മാഭിമാനം വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഉള്ളതായിട്ട് നമ്മൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് സ്വയം തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്രകാരം ഈ റൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ പലതരത്തിലുള്ള അവകാശവാദങ്ങളെയും നമുക്ക് അനുവദിച്ച് നൽകുന്നത്. ഇനി നമുക്ക് എന്താണ് അവകാശങ്ങളുടെ പ്രാധാന്യം എന്ന് നോക്കാം. ഒന്നാമത്തേത് തന്നെ അത് വ്യക്തിഗത സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് അവരുടെ സർവ്വതോന്മുഖമായിട്ടുള്ള വികാസത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉറപ്പ് നൽകുന്നു എന്നത് അവകാശത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ജനാധിപത്യ തത്വങ്ങളെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തിലെ സമത്വവും നീതി, തുല്യതയൊക്കെ ഉറപ്പുവരുത്തുന്നു. വ്യക്തികളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തികളുടെ അവകാശവാദങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതും അവകാശങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അവകാശങ്ങൾ എത്ര തരമുണ്ടെന്ന്. ഒന്നാമത്തേത് പ്രകൃതിയാനുള്ള അവകാശങ്ങളാണ്, അഥവാ നാച്ചുറൽ റൈറ്റ്സ് ആണ്. അത് ജന്മസിദ്ധമാണ്. ഈ നാച്ചുറൽ റൈറ്റ്സ് ഏത് രാഷ്ട്രത്തിലെ അംഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മറ്റു ഗ്രൗണ്ട്സ് ഒന്നുമില്ലാതെ അഭയാർത്ഥിയാണെങ്കിലും പൗരനാണെങ്കിലും ഒക്കെ ഒരുപോലെ അനുവദിച്ച് നൽകുന്ന, പ്രകൃതിയാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ പ്രകൃതി ആ വ്യക്തിക്ക് നൽകുന്ന ചില അവകാശങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു ഹാപ്പിനെസ്, സന്തോഷത്തിനുള്ള, സംതൃപ്തമായി സമാധാനപൂർണമായിട്ടൊക്കെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും പ്രകൃതി അനുവദിച്ച് നൽകുന്ന അവകാശങ്ങളാണ്. അതിന് കൃത്യമായിട്ട് ഇന്ന രാജ്യത്തെ പൗരനാവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ഇന്ത്യയിലേക്ക് ഒരു വ്യക്തി, വേറെ ഏതെങ്കിലും ഒരു വിദേശ പൗരൻ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാച്ചുറൽ റൈറ്റ്സ് ആയിട്ടുള്ള ജീവിക്കാനും സമാധാനപൂർണ്ണവും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനൊക്കെയുള്ള അവകാശം ഈ മണ്ണിലും അവർക്ക് ലഭിക്കണം. ബിക്കോസ് ദാറ്റ്സ് എ നാച്ചുറൽ റൈറ്റ്. അതുപോലെ തന്നെ ഇന്റർനാഷണലി ഉള്ള ഒരു റൈറ്റ് കൂടിയാണ് ഈ റൈറ്റ് ടു ലൈഫ് ഒക്കെ, അതുപോലെ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ലീഗൽ റൈറ്റ്സ് ആണ്, നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ്. ഒരു രാജ്യത്തെ ഭരണഘടനയും നിയമവ്യവസ്ഥയും അവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ, അല്ലെങ്കിൽ പൗരന്മാരല്ലാത്തവർക്ക്, ഇപ്പൊ വിദേശ പൗരന്മാരുടെയൊക്കെ കേസിൽ ഈ ഒരു രാജ്യത്തെ വിദേശ പൗരന്മാർക്കും ഒക്കെ അനുവദനീയമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്ന നിയമങ്ങൾ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ഇതൊക്കെ ഈ ലീഗൽ റൈറ്റ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശങ്ങളിൽ വരുന്നതാണ്. മറ്റൊന്നാണ് സോഷ്യൽ റൈറ്റ്സ്, അഥവാ സാമൂഹികമായിട്ടുള്ള അവകാശങ്ങൾ. സാമൂഹിക അവകാശങ്ങൾ തുല്യതയ്ക്കുള്ള അവകാശം, സമൂഹത്തിൽ തുല്യത അനുഭവിക്കുന്നതിനുള്ള അവകാശം, അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതിനുള്ള അവകാശം ഒക്കെ ഒരു വ്യക്തിക്ക് ഉള്ളതാണ്. അത് സാമൂഹികമായിട്ട് ഉള്ളതാണ്. വിദ്യാഭ്യാസ അവകാശം, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ റൈറ്റ് ടു വർക്ക്, തൊഴിലവകാശം ഒക്കെ ഈ ഗണത്തിൽ വരുന്നതാണ്. മറ്റൊന്നാണ് സാമ്പത്തികപരമായിട്ടുള്ള അവകാശങ്ങൾ, ഇക്കണോമിക് റൈറ്റ്സ് ആണ്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശമാണിത്. ഒരു ജോലി ചെയ്താൽ വേതനം കിട്ടാനുള്ള അവകാശം,
നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമൊക്കെ ഇതിൽ വരുന്നതാണ്. മറ്റൊന്നാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. നമുക്ക് വോട്ട് ചെയ്യുന്നതിന് വ്യക്തിക്ക് രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കുചേരാനുള്ള അവകാശത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുക. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടിയെ ഫോളോ ചെയ്യാനും അതിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കാനും ഒക്കെയുള്ള അവകാശം, ഇതെല്ലാം എന്താണ്? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതുപോലെ സ്ഥാനാർത്ഥിയാകാനുള്ള അവകാശം, തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം ഒക്കെ ഒരു രാജ്യത്തെ പൗരന് ലഭിക്കുന്നുണ്ട്. ഇതാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീനിങ് ഓഫ് ഡ്യൂട്ടീസ് നോക്കാം. കടമകളുടെ മീനിങ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് അവകാശമുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇതിന് അവകാശത്തിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് അവകാശങ്ങൾ, അതുപോലെ തന്നെ കടമകളും. അപ്പൊ അവകാശങ്ങൾ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നവയല്ല, അത് ചുമതലകളോടൊപ്പം അല്ലെങ്കിൽ കടമകളോടൊപ്പമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നമ്മൾ അവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ചില കടമകളും ഓരോ വ്യക്തിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. ഡ്യൂട്ടീസിന്റെ പ്രാധാന്യം ഒന്ന് സമൂഹത്തിലെ ക്രമസമാധാനം നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കൊക്കെ ചില കടമകളുണ്ട്, സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ആ സമൂഹത്തിന്റെ ക്രമസമാധാനം തുലനം ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തിഗത അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ഡ്യൂട്ടീസും കൂടെ വരുമ്പോഴാണ്. അവകാശം, ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശമുണ്ട്, അതോടൊപ്പം ആ വ്യക്തിക്ക് തന്നെ ഒരു കടമ കൂടിയുണ്ട്, മറ്റുള്ളവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും സമൂഹത്തിൽ ഒരുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം വരുന്നത്. മറിച്ച് ഒരു നെഗറ്റീവ് ലിബർട്ടി ആയിട്ട് ഒരു വ്യക്തിക്ക് ഇഷ്ടം പോലെ അങ്ങ് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം മാത്രം അവിടെ നിലനിൽക്കുമ്പോൾ അവിടെ പിന്നീട് എന്താണ്, അതൊരു നെഗറ്റീവ് തലത്തിലേക്കാണ് വളരുന്നത്. അതേസമയം ഉത്തരവാദിത്വം കൂടി അല്ലെങ്കിൽ കടമ കൂടി ഉള്ള സമയത്ത് അത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് അതിന്റെ വളർച്ച ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ സുസ്ഥിരമാക്കുന്നത് ഈ പറയുന്ന ഡ്യൂട്ടീസ് ആണ്. രാഷ്ട്രത്തോട് പൗരന്മാർക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സഹായിക്കുന്നതും ഡ്യൂട്ടീസ് ആണ്. ഇനി സമൂഹത്തില് ഒരു മനുഷ്യ വികാസം സാധ്യമാക്കുന്നതും ഇപ്രകാരമുള്ള ഡ്യൂട്ടികളാണ്. ഇത് നമുക്ക് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് നോക്കാം. ഡ്യൂട്ടികളുടെ അല്ലെങ്കിൽ കടമകളുടെ തരംതിരിവുകൾ എത്ര തരമുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് പേഴ്സണൽ ഡ്യൂട്ടീസ് ആണ്, വ്യക്തിഗതമായിട്ടുള്ള കടമകളാണ്. അത് വ്യക്തിക്ക് കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഉദാഹരണം മാതാപിതാക്കളെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം മക്കൾക്കുണ്ട്, അതുപോലെ തന്നെ മക്കളെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുമുണ്ട്. അപ്പോൾ ഇത് ഒരു ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള സംരക്ഷണം ഇരു ഭാഗത്തേക്ക് നൽകുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ കടമ കൂടി ആണ്. അപ്പോൾ ഈ കടമ ഇന്നത് വെറും കടമ മാത്രമല്ല, നിയമം അനുശാസിക്കുന്ന, അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസ് കൂടിയാണ് ഈ പറയുന്ന രീതിയിൽ മക്കളെ, കുട്ടികൾക്ക് സംരക്ഷണം ആവശ്യമുള്ള പ്രായത്തിൽ അവരെ സംരക്ഷിക്കാതിരിക്കുന്നതും, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് സംരക്ഷണം ആവശ്യമുള്ള പ്രായമാകുന്ന കാലഘട്ടത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് മക്കളുടെയും, ഇത് രണ്ട് കൂട്ടരുടെയും ഉത്തരവാദിത്തമായിട്ട് സ്റ്റേറ്റ് അതിനെ നിയമപരമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് സാമൂഹിക കടമകൾ, സോഷ്യൽ ഡ്യൂട്ടീസ് ആണ്. സമൂഹത്തിലെ സഹവർത്തിത്വം നിലനിർത്തുന്നതിനുള്ള കടമയാണ് ഇത്. ഉദാഹരണത്തിന് പരിസ്ഥിതി സംരക്ഷണം, സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കുക, അവരെ സംരക്ഷിക്കുക, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന സാമൂഹിക കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇനി ലീഗൽ ഡ്യൂട്ടീസ് ആണ് മറ്റൊന്ന്. രാജ്യത്തെ നിയമങ്ങൾ നിർബന്ധിതമാക്കിയ കടമകൾ. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മളത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം, അതർവൈസ് we will be punished by the state അല്ലെ. നമുക്ക് സ്റ്റേറ്റ് നമ്മളെ അത് ചെയ്തില്ലെങ്കിൽ പണിഷ് ചെയ്യും. അപ്പൊ നികുതി അടയ്ക്കുക, നിയമാനുസൃതമായിട്ട് ജീവിക്കുക, നിയമം തെറ്റിച്ച് ജീവിക്കാനൊന്നും ആർക്കും അവകാശമില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ. ഇനി മറ്റൊന്നാണ് മോറൽ ഡ്യൂട്ടീസ്. ഈ മോറൽ ഡ്യൂട്ടീസ് ലീഗൽ ഡ്യൂട്ടീസുമായിട്ട് നേരെ ഒരു ഓപ്പോസിറ്റ് റിലേഷൻ ആണുള്ളത്. കാരണം ഇത് മനുഷ്യഹിതം മുൻനിർത്തിയിട്ടുള്ള ഒരു ഡ്യൂട്ടീസ് ആണ്. അതായത് സത്യസന്ധത പാലിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ശിക്ഷ, സ്റ്റേറ്റിന്റെ ശിക്ഷയൊന്നും ലഭിക്കില്ല. പക്ഷെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ മൊറാലിറ്റി. നമുക്ക് ഒരു മോറൽ ലൈഫ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റിലീജിയസ് ആയിട്ടും അല്ലെങ്കിൽ മോറൽ ആയിട്ടും ഒക്കെയുള്ള ലെസൺസ് എന്ന് പറയുന്നത് സത്യസന്ധത പാലിക്കുക,
മറ്റുള്ളവരെ സഹായിക്കുക സ്നേഹത്തോടെ, അല്ലെങ്കിൽ അക്രമരാഹിത്യം, ഇതൊക്കെ നമ്മളുടെ ഒരു മൊറാലിറ്റിയുടെ ഭാഗമാണ്. ഇനി നാഷണൽ ഡ്യൂട്ടീസ് ഉണ്ട്, അതായത് പൗരന്മാർക്ക് രാജ്യത്തോടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ദേശീയ കടമകൾ എന്ന് പറയുന്നത്. അത് ദേശഭക്തി, നിയമം പാലിക്കുക, ദേശീയ ഐക്യം അഖണ്ഡതയൊക്കെ നിലനിർത്തുക ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് അവകാശങ്ങളും കടമകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ അവകാശങ്ങൾക്ക് കൂടെ ഉള്ളതാണ് കടമകൾ. ഇതിന് രണ്ടിനും സ്വതന്ത്രമായിട്ടൊന്നും നിലനിൽപ്പില്ല. ഇവ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ അവകാശം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ കടമയാണ്. അതായത് ഒരു വ്യക്തിക്ക് ഒരു അവകാശം അനുവദിച്ച് കിട്ടണമെങ്കിൽ അത് മറ്റൊരു വ്യക്തിയുടെ കടമയായിട്ട് അവരുടെ ഒരു സാക്രിഫൈസ് ആവാം മേ ബി. ഇനി അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ വ്യക്തികൾ തീർച്ചയായിട്ടും കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ നിരന്തരമായിട്ടുള്ള അവകാശ കടമ തുലനം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെ അനുഗുണമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.